ജോലിക്കാരി ഉണ്ടെന്ന് പേര്, ഒക്കെ മറ്റുള്ളവർ ചെയ്യണം. ശമ്പളം മാത്രം കൃത്യം. 100 കൂട്ടം കാര്യം പറഞ്ഞ അവധി. പോട്ടടോ, അവരും മനുഷ്യരല്ലേ. ഗുഡ് മോർണിംഗ് പപ്പ. ഗുഡ് മോർണിംഗ് മോനെ. പപ്പ, ഞാൻ ഇന്നലെ പറഞ്ഞത് കൊണ്ടുവന്നു. അയ്യോ, കണ്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞാണ് മറക്കരുതെന്ന്. അരുൺ, ബെഡ്റൂമിൽ ചെന്ന് പപ്പയുടെ ബ്രീഫ് കേസ് ഒന്ന് തുറന്നു നോക്ക്. ലാളിച്ച് ലാളിച്ച് പിള്ളേരെ വഷളാക്കി കളയും. ഞാൻ ഇന്നലെ അവന്റെ സാറിനെ കണ്ടിരുന്നു. എന്ത് അഭിപ്രായമാണ് അവനെ കുറിച്ച്? ആ സന്തോഷമാണ് ഈ ഗിഫ്റ്റ്. ഇത് കണ്ടോ അമ്മേ, ഹാരി പോട്ടറിന്റെ പിസി ഗെയിം. ഓ, അത് ഞാൻ ഇന്നലെ കണ്ടതല്ലേ. മോക്ക് പപ്പയില്ലടാ. പോരെ? എന്നാ മോള് കണ്ണുപൊത്ത്. കണ്ണുപൊത്ത്. പപ്പ തന്നാ പോരെ? ഷുവർ. മതി മതി മതി. അരുൺ, അനിത, വേഗം കുളിച്ച് റെഡിയാവ്. സ്കൂളിൽ പോണ്ടേ? അല്ല സാറേ, ആർജെ ഇന്റർനാഷണൽ ജോലി മതിയാക്കിയോ? പോണ്ടേ? ഹരിയൻ കൽപ്പന പോലെ. വൈകിട്ട് നേരത്തെ എത്തുവോ? അമ്പലത്തിൽ പോണം. At what time? Around 7:30. Okay. പപ്പാ, ദാ വരുന്നു മോനെ. ബൈ. Morning, sir. Morning, sir. Morning. Good morning, sir. Morning. Hello. Hello. Sir, Mr. Kulkarni from Mumbai. കൊടുക്കൂ. Sir. Hello, Mr. Kulkarni. Hello. I was waiting for your call. Next consignment will be sending by the end of this month. What happened? We had a major fire in our factory and we have stopped all the production for the time being. Sorry for the inconvenience. Okay. Okay.
ഹാവ് എ നൈസ് ഡേ. ബൈ. യെസ്, കം ഇൻ. ഹലോ, ഐ എം നിഷ മേനോൻ, ഇന്ന് ചാർജ് എടുത്ത മാർക്കറ്റിംഗ് മാനേജർ. ഐ എം രതീഷ്. നൈസ് മീറ്റിംഗ് യു. ഇരിക്കൂ. താങ്ക്സ്. ആ, ഫോർമാലിറ്റീസ് ഒക്കെ വിടുന്നു. വർക്ക് ലോഡ് കുറയ്ക്കാൻ ഒരാളെ കൂടി വേണമെന്ന് കുറേ കാലമായി ഞാൻ എം ഡിയോട് പറയുന്നു. ഏതായാലും ജോയിൻ ചെയ്തതിൽ സന്തോഷം. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്. ബൈ ദ ബൈ, കമ്പനിയുടെ എക്സ്പോർട്ട് മാർക്കറ്റിനെ പറ്റി മിസ്റ്റർ രതീഷ് വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. ഡൊമസ്റ്റിക് മാർക്കറ്റിലെ വർക്ക് ലോഡ് തന്നെ ആവശ്യത്തിലധികമുണ്ട്. പിന്നെ എങ്ങനെ എക്സ്പോർട്ടിൽ ശ്രദ്ധിക്കാൻ പറ്റും? ആ, ഇനിയിപ്പം നിഷ മേനോൻ. യെസ്, മിസ് നിഷ ഉണ്ടല്ലോ. എനിക്കിവിടെ അത്ര താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല. പല വിദേശ രാജ്യങ്ങളിലും നല്ല നല്ല ഓഫറുകൾ ഇപ്പോഴും ഉണ്ട്. പിന്നെ ഈ കമ്പനിയുടെ ഭാരിച്ച ശമ്പള വാഗ്ദാനം. അതിനെല്ലാം ഉപരി എൻ്റെ അച്ഛൻ്റെ നാടായ ഈ ഗോഡ്സ് ഓൺ കൺട്രിയിൽ കുറച്ച് നാളൊരു അവധിക്കാലം. അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ദാ ഇതുപോലെ പതപ്പിക്കും. എന്തൊരു ജാട! സ്വർഗത്തിൽ നിന്ന് നേരിട്ട് ഇറങ്ങി വന്നാണെന്ന ഭാവം. ആരെക്കുറിച്ചാണാവോ? കമ്പനി ഒരു വിദഗ്ധയെ കൊണ്ടുവന്നിട്ടുണ്ട്. താനെന്താ ചിരിക്കുന്നേ? അല്ല, കമ്പനി കാര്യങ്ങളെക്കുറിച്ചോ അവിടുത്തെ ജോലിക്കാരെക്കുറിച്ചോ സാധാരണ ഒന്നും പറയാത്ത ആള് ഇന്നിങ്ങനെ ഭാവമാറ്റം കണ്ട് ചിരിച്ചതാണേ. വാച്ച്മാന്റെ നാവി പോലും ഇപ്പൊ അവളാ. ഈ നാട്ടിൽ ആരും ഇല്ലാത്ത പോലെ. കോംപ്ലക്സ് അല്ലാതെന്താ? കോംപ്ലക്സോ? എനിക്കോ? എൻ്റെ സ്ഥാനം അന്നും ഇന്നും ഒരുപോലെ തന്നെയാ. പല കമ്പനിക്കാരും എന്നെ അന്വേഷിക്കാറുള്ളത് ഞാൻ പറഞ്ഞ് താൻ അറിയണ്ടല്ലോ. എന്നിട്ടും പോകാത്തതാണ് ആത്മാർത്ഥത. അതില്ലാത്തവരെ എങ്ങനെ ചാടി ചാടി നടക്കുന്നത്? എന്ത് പ്രായം വരും? ഒരു 28 കടക്കില്ല. ഉം, അതൊന്നുമല്ല. വന്ന പാടെ എന്നോട് ചോദിക്കുക, മിസ്റ്റർ രതീഷ് എന്തേ എക്സ്പോർട്ട് മാർക്കറ്റിൽ ശ്രദ്ധിക്കാത്തതെന്ന്. എന്താ ഇവളുമാരുടെയൊക്കെ വിചാരം? ഇംഗ്ലണ്ടിൽ നിന്നൊരു ഡിഗ്രി എടുത്താൽ എല്ലാമായിന്നോ? ഇവരൊന്നുകൂടെ ഷൈൻ ചെയ്യാൻ പോകുന്നില്ല. അരുതാത്ത മുൻവിധി, അതും ഒരു സ്ത്രീയെക്കുറിച്ച്. താൻ ഒരു പെണ്ണല്ലേ? നഗരത്തിൽ അറിയപ്പെടുന്ന ഒരു സീനിയർ അഡ്വക്കേറ്റ്, പല കമ്പനികളുടെയും ലീഗൽ അഡ്വൈസർ. എന്നിട്ടും വേണ്ട, അത്രയ്ക്കങ്ങ് പൊക്കണ്ട. പൊക്കലല്ലടോ, സത്യം. നേക്കഡ് ട്രൂത്ത് മൈ ഡിയർ. അയ്യോ, ബോയ്ഫ്രണ്ട് എന്റെ ദോശ. ഓഹോ, അപ്പൊ കോളേജിൽ എനിക്കുണ്ടായിരുന്ന 3-ാം പേര് താൻ ഇനിയും മറന്നിട്ടില്ല അല്ലേ? അസൂയ. ആട്ടെ, അന്ന് എന്നിൽ മാത്രം കണ്ട സ്പെഷ്യൽ എന്തായിരുന്നു? എൻ്റെ അമ്മ തമ്പുരാട്ടി, ദ മദർ, ദ ഗ്രേറ്റ് മദർ. അപ്പോ ഒരമ്മയായിരുന്നു സാർ അന്വേഷിച്ചിരുന്നത്. എവറിത്തിങ് ഇൻ വൺ. അയ്യോ, മണി 10:30 എനിക്കിന്ന് കോടതിയുണ്ട്. താൻ ഇന്ന് പോകണ്ടടോ. അതെന്താ? ഞാനിന്ന് പോണില്ല. വൈ? നമുക്കിന്ന് ഇവിടെ കൂടാ. അയ്യടാ, മോന് കെട്ടപ്രായമായി. അപ്പോഴാ അച്ഛന്. യൗവനം വന്നുദിച്ചിട്ടും ചെറുതായില്ല ചെറുപ്പം. കേട്ടിട്ടില്ലേ? കവിതയും പാടി സാർ ഇവിടെ ഇരുന്നോ, എനിക്ക് പോണം. എടോ സർ, കാഞ്ചീപുരം ബനാറസ് സാരികളൊക്കെ വിപണിയിൽ സജീവമായതുപോലെ നമ്മുടെ നാട്ടിലെ കൈത്തറി തുണികൾ എന്തുകൊണ്ട് ലോകവിപണിയിൽ എത്തിച്ചുകൂടാ? കമ്പനിക്ക് ഇഷ്ടമാണെങ്കിൽ എക്സ്പോർട്ട് നമുക്ക് ആദ്യം അമേരിക്കയിലേക്ക് തന്നെയാവാം. US-ലെ ഹിൽ ആൻഡ് കമ്പനിയുടെ കീമാൻ വൺ മിസ്റ്റർ ക്രിസ്റ്റഫർ നോട്ടൺ ആണ്. എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് അയാൾ. ഇന്ത്യയിലെ കോട്ടൺ തുണിത്തരങ്ങളോട് താല്പര്യമുള്ള ആളുമാണ്. എനിക്ക് കിട്ടിയ ഇമെയിൽ ശരിയാണെങ്കിൽ he is going to be here in Kerala next week. Great. Radish, what do you think? Good. Really good. Mr. Radish, നിങ്ങൾ രണ്ടാളും ആ കോൺഫറൻസിൽ പങ്കെടുക്കുന്നു. Be ready to go. Yes, sir. Very good.
എന്താ ഒരു ആലോചന? ഏയ് പ്രത്യേകിച്ചൊന്നുമില്ല. പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിലും എന്തോ ഉണ്ട് അല്ലേ? വീണ്ടും ഒരു ടൂർ പ്രോഗ്രാം. അതാണോ ഇത്ര വലിയ ആലോചന? കമ്പനിയിൽ ഇരിക്കുന്നതിനേക്കാളും നാടോടി നടക്കാനായിരുന്നല്ലോ താല്പര്യം. ഇപ്പോഴെന്തു പറ്റി? തന്നെയും കുട്ടികളെയും വിട്ട് മാറി നിൽക്കാൻ ഇപ്പം എന്തോ ഒരു... പിന്നെ കൂടെ ആ പുതിയ പാർട്ടിയുണ്ട്. അങ്ങനെ വരട്ടെ. അപ്പോ അതാണ് സംഗതി. കോംപ്ലക്സ് തലപൊക്കുന്നു. ശോ, താൻ വീണ്ടും... എടോ ഭാര്യയെ, ഇത്രയും കാലമായിട്ടും താൻ എന്നെ മനസ്സിലാക്കിയില്ലേ? പിന്നെ മാർക്കറ്റിംഗിൽ 2 മാനേജേഴ്സ്. ആദ്യമൊക്കെ ചെറിയൊരു നീരസം ഉണ്ടായിരുന്നു. ബട്ട് ബട്ട് ഷീസ് ബ്രില്യൻറ്റ്. എന്റെ ഭഗവാനെ, ഞാൻ എന്തൊക്കെയാ കേക്കണേ? കീരിയും പാമ്പും ഒരു കൂട്ടിലായോ? മുമ്പ് എന്തൊക്കെ അതിനെപ്പറ്റി പറഞ്ഞേ? ആള് ശരിയല്ല, ജാടക്കാരി. സ്വഭാവത്തിലല്ല, ജോലിയിൽ നിഷ ഇപ്പോൾ എന്നേക്കാൾ ഒരു പടി മുന്നില. അവളുടെ വ്യക്തിബന്ധം, പുതിയ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ. ആരാധനയും തോന്നി തുടങ്ങിയോ? അതല്ല, കമ്പനിയുടെ വളർച്ച എല്ലാവർക്കും ഗുണം ചെയ്യും. ഉള്ള കഴിവിനെ അംഗീകരിച്ചേ പറ്റൂ, അതാരായാലും. അത് ശരിയാ. ആ, നാളെ പോകാനുള്ളതല്ലേ? ഉം. ഞാൻ ഡ്രസ്സൊക്കെ എടുത്തു വെക്കാം. Come in. ഹലോ രതീഷ്, വെൽക്കം. എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? ഇന്ന് സൺഡേ ആണെങ്കിലും നമുക്ക് രക്ഷയൊന്നുമില്ലടോ. ഐ എം ഓൺ ഡ്യൂട്ടി നിഷ. MD വിളിപ്പിച്ചിരുന്നു. 1 VVIP ഈസ് വിസിറ്റിംഗ് അവർ ഓഫീസ് ടുമോറോ. അതിൻ്റെ പ്രിപ്പറേഷൻസിനാ. ആ പിന്നെ ആ ഹിൽ ആൻഡ് കമ്പനിക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കിയ MOUയിൽ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. പേജ് നമ്പർ 6 പാരഗ്രാഫ് 3, റൈറ്റ്? ഓ ഗ്രേറ്റ്. ആ പിന്നെ നാളത്തെ മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്കൊന്ന് ഫൈനലൈസ് ചെയ്യണം. തീർച്ചയായും. ഇഫ് യു ആർ ബിസി വി ക്യാൻ മേക്ക് ഇറ്റ് ഏർലി ഇൻ ദ മോർണിംഗ്. ഓ നോ നോ, പ്രോബ്ലി ഐ നീഡ് എ ബ്രേക്ക്. ആ, there's a good news for you. മിസ്റ്റർ നോട്ടർ എന്നെ ഇപ്പോൾ വിളിച്ചിരുന്നു. ഹീസ് ആബ്സല്യൂട്ട്ലി ഹാപ്പി വിത്ത് ആർ ഡിസ്കഷൻസ്. ട്യൂസ്ഡേ എഗ്രിമെന്റ് സൈൻ ചെയ്യാന്ന്. ഓ മൈ ഗാഡ്, ഇൻക്രെഡിബിൾ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക്സ്. കോടികളുടെ ഓർഡർ ഈ കൊച്ചു കേരളത്തിൽ എത്തിച്ചതിന്റെ കംപ്ലീറ്റ് ക്രെഡിറ്റും നിഷയ്ക്കാണ്. താങ്ക് യു. പക്ഷേ ക്രെഡിറ്റ് എനിക്ക് മാത്രം അവകാശപ്പെട്ടതല്ല. രതീഷിന്റെ ഡെമോൺസ്ട്രേഷൻ കണ്ടിട്ട് ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോയി. വക്കീൽ കോട്ട് അണിയാതെ മാർക്കറ്റിംഗിലേക്ക് തിരിഞ്ഞതിന്റെ രഹസ്യം ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. ഓഹോ, എന്നെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ? ദാറ്റ്സ് ദ വേ ഐ വർക്ക്. ആ, ഫുഡ് കഴിച്ചോ? ഇല്ല. എന്നാ പിന്നെ ഒരുമിച്ചായിക്കൂടെ? വൈ നോട്ട്? കം. ആ ബോയ് ഫ്രണ്ടിന് ഹരം വെജിറ്റേറിയനോ നോൺ വെജിറ്റേറിയനോ? ഹരം തിയറിയും 3-ാം പേരും ഞാനിങ്ങനെ മനസ്സിലാക്കിയെന്നായിരിക്കും ചിന്ത, അല്ലേ? യെസ്. കാര്യങ്ങൾ സൂക്ഷ്മമായി അറിയുക നമ്മുടെ പ്രൊഫഷന്റെ ഭാഗമല്ലേ? നിഷ, can I ask you a personal question please? യെസ്. നിഷ ഇതുവരെ നിഷയുടെ ഫാമിലിയെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ഞാൻ ചോദിച്ചപ്പോഴൊക്കെ വളരെ സമർത്ഥമായി ഒഴിഞ്ഞു മാറി. ഞങ്ങൾ പിരിഞ്ഞിട്ട് 7 വർഷം കഴിഞ്ഞു.
വിനോദ്. കാനഡയിൽ സ്ഥിരതാമസമാക്കിയ ഒരു മെറൈൻ എഞ്ചിനീയർ. പക്ഷെ വിവാഹം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, അയാൾക്ക് വേണ്ടത് ഒരു പുരുഷനെ തന്നെയാണെന്ന്. ആ ബന്ധം അങ്ങനെ അങ്ങ് അവസാനിക്കുകയായിരുന്നു. അതൊക്കെ പോട്ടെ. അന്ന് ആ ബന്ധം ഒഴിഞ്ഞത് എന്തായാലും നന്നായി. അതിലെനിക്ക് ദുഃഖമില്ല. എന്റെ വിദേശ ജീവിതത്തിന്റെ സംഭാവനയായിരിക്കാം എന്റെ ഡിവോഴ്സ്. ഐ എം സോറി. നോ, ഇറ്റ്സ് ഓൾ റൈറ്റ്. വാസ്തവത്തിൽ എനിക്ക് ഇന്ത്യയോടുള്ള ഇഷ്ടത്തിന് പ്രധാന കാരണം കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പാണ്. ഇറ്റ്സ് റിയലി മാർവലസ്. എനിക്കതിന് കഴിയുന്നില്ലെങ്കിലും I missed everything in life. ജീവിതത്തിൽ എൻ്റെ എല്ലാമായിരുന്നു എൻ്റെ ഫാദർ. എൻ്റെ അമ്മ, അച്ഛൻ ജീവിച്ചിരിക്കെ തന്നെ മറ്റൊരാളുടെ കൂടെ പോയി. അമ്മ പോയ വഴി മകൾക്കുണ്ടാവരുതെന്ന് ഒരുപാട് അച്ഛൻ ആഗ്രഹിച്ചിരുന്നു. അച്ഛൻ മകൾക്ക് കണ്ടെത്തിയ ബന്ധം തകർന്നു പോയത് ആ കൺമുമ്പിൽ വെച്ചായിരുന്നു. പിന്നീട് അച്ഛൻ അതേ കാലം ജീവിച്ചില്ല. അമ്മയുടെ വേർപാടും എന്റെ ദാമ്പത്യത്തിന്റെ തകർച്ചയും അച്ഛന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. My father, he was really great. ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല രതീഷ്. ഇന്നുള്ള ഈ നിശ വാസ്തവത്തിൽ എനിക്ക് പോലും അപരിചിതയാ. ഒരുപക്ഷെ എന്റെ തകർന്ന ദാമ്പത്യം, അച്ഛന്റെ മരണം, പല രാജ്യങ്ങളിലെ ജോലി എല്ലാം കൂടി എന്നെ ഇങ്ങനെ ആക്കി തീർത്തു. I didn't know that you have such a miserable past. It's all right. It's all my fate. I'm trying to get rid of this habit also. Wonderful. Really wonderful. I will also help you to do that.
എന്താ സുഖമില്ലേ? ആ. ഏയ് നല്ല ക്ഷീണം. എന്നാ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഉം? പപ്പ സ്കൂളിലേക്കുള്ള ഡ്രസ് ഇവിടെ. അയ്യോ മറന്നുപോയി മോളെ, നാളെ വാങ്ങിത്തരാം. നാളെയാണ് സ്കൂൾ ഡേ. ഈ പപ്പ എന്നെ പറ്റിച്ചു. ഐ എം സോറി മോളെ, വളരെ തിരക്കായിരുന്നു. മോളെ, അവൾ ഒരുപാട് പ്രതീക്ഷിച്ചു. പാവം. വിളിച്ചപ്പോ ഞാനും ഓർമ്മിപ്പിച്ചതല്ലേ. എന്താ പറ്റിയേ? ഞാൻ പറഞ്ഞില്ലേ സമയം കിട്ടില്ല. ഒന്നും കഴിച്ചതല്ലല്ലോ. ഫ്രഷ് ആയിട്ട് വരൂ, ഞാൻ വിളമ്പി വെക്കാം. വേണ്ട, ഞാൻ കഴിച്ചതാ. ഉറങ്ങിയോ? ഏയ് ഇല്ല. Come in. Oh my God, you're looking gorgeous. Thank you, Ratish. നിഷയ്ക്ക് ഇങ്ങനെ ഒരു മുഖോ? യെസ്. ഇനി ഞാൻ രതീഷിനെ വീണ്ടും ഞെട്ടിക്കാൻ പോവാ. എന്താ പറയൂ. ഞാൻ 2 ദിവസത്തേക്ക് ആലപ്പുഴയ്ക്ക് പോകുന്നു. ആലപ്പുഴയ്ക്കോ? അതെ, എന്റെ അച്ഛന്റെ നാട്ടിലേക്ക്. സ്ഥലപ്പേരും വീട്ടുപേരും മാത്രമേ എനിക്കറിയൂ. ബാക്കിയെല്ലാം അവിടെ ചെന്നിട്ട് കണ്ടുപിടിക്കണം. എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? രതീഷിന് അറിയാലോ, ജീവിതത്തിൽ എനിക്ക് എല്ലാം എൻ്റെ അച്ഛനായിരുന്നു. അച്ഛൻ ജനിച്ച വീടും അവിടുത്തെ സർപ്പക്കാവും ഒക്കെ കാണാൻ എനിക്ക് വല്ലാത്തൊരാഗ്രഹം തോന്നി. ബ്രില്യൻ്റ് ഐഡിയ. പക്ഷേ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. മേ ഐ കം അലോങ് വിത്ത് യു? നോ രതീഷ്, ദിസ് ഈസ് സംതിങ് വെരി പേഴ്സണൽ. നിഷ എന്നെ വെറുമൊരു അന്യനായി കാണുന്നു അല്ലേ? അതല്ല, അത് വേണോ രതീഷ്? വേണം. ഓക്കെ.
ആരാ? കമലാക്ഷി മുത്തശ്ശിയല്ലേ? ഏ കുറച്ച് ഉറക്കെ പറയണം, എന്നാലേ കേക്കൂ. കമലാക്ഷി മുത്തശ്ശിയല്ലേന്ന്? ആ അതെ അതെ. ആരാ? മനസ്സിലായില്ലല്ലോ. ഞാൻ ലക്ഷ്മിക്കുട്ടിയുടെ മോന്റെ മോളാ. പേര് നിഷ. ആരെ? നമ്മള് മൂന്തന്റെയോ? അതെ. ഇങ്ങ അടുത്തു വാ കുട്ടിയെ. ഈ മകരത്തില് 92 വയസ്സാകുമായിരുന്നു ചേച്ചിക്ക്. എന്നേക്കാൾ 10 വയസ്സിന് മൂപ്പാ. നിന്റെ അച്ഛൻ്റെ കാര്യം ഞാൻ അറിഞ്ഞു. വിധിയെന്ന് സമാധാനിക്കുക, അല്ലാതെ എന്താ. എല്ലാ കാര്യവും രവി പറയാറുണ്ട്. എൻ്റെ മോനെ, അവനൂടെ പോലീസിലാ. എല്ലാരും പോയി. എൻ്റെ ഗുരുവായൂരപ്പ, നീ എന്നെ മാത്രം വിളിക്കണില്ലല്ലോ. കേറിയിരിക്കൂ. ആ. വാ മോളെ. മോൾക്ക് എവിടാ ജോലി? കാനഡയിലായിരുന്നു, ഇപ്പൊ കേരളത്തിലുണ്ട്. മോളുടെ ഭർത്താവിനോ? ഒരു കമ്പനിയിലാ മുത്തശ്ശി. നല്ലത് വരട്ടെ. ആ, നിങ്ങളുടെ സാധനങ്ങളൊക്കെ ആ മുറിയിൽ വെച്ചോളൂ. അയ്യോ, ഞങ്ങൾക്ക് ഇന്ന് തന്നെ തിരിച്ചു പോണം. പിന്നെ നമ്മുടെ സർപ്പക്കാവിലൊന്ന് പോയി തൊഴണമെന്നുണ്ട്. അതിനെന്താ, പോകാലോ കുട്ടി. ഒക്കെ കാട് പിടിച്ച് കിടക്കുക. മാസത്തിലൊരിക്കൽ വരണ്ടി വൃത്തിയാക്കി ഒരു തളിച്ചുകൊട, അത്ര തന്നെ. മുത്തശ്ശി, ഞങ്ങൾക്കൊരു തളിച്ചുകൂടം നടത്തണം. നടത്താം, പക്ഷേ ഇന്നിന് പറ്റില്ല. നാളെ അതിനുള്ള ഏർപ്പാട് ചെയ്യാൻ കൃഷ്ണനോട് പറയാം. അയ്യോ, ഞങ്ങൾക്ക് ഇന്ന് തന്നെ മടങ്ങണമായിരുന്നു. തളിച്ചുകൂട നടത്തണമെങ്കിൽ നാളെയേ പറ്റൂ. നിഷ, ധൃതി വെക്കണ്ട. ഇനി നാളെ പൂജ കഴിഞ്ഞു പോവാം. ഞാനിവിടെ ഒറ്റയ്ക്കാ താമസം. രവി തൊട്ടടുത്ത് തന്നെയാണേ. അവിടെ നിന്ന് എനിക്ക് കഴിക്കാനുള്ളതൊക്കെ കൊണ്ടുവരും. ആ എടാ കൃഷ്ണ, നീ എവരെ അറിയോ? നമ്മുടെ ലക്ഷ്മി ഏട്ടത്തിയുടെ മോൻ്റെ മോളാ. അല്ലെങ്കിൽ തന്നെ നീ എങ്ങനെ അറിയാനാ? ആ പിന്നെ നീ ചെന്ന് ദാമോദരൻ പൊറ്റിയോട് മകനെയും കൂട്ടി നാളെ തളിച്ചുകൊടയ്ക്ക് വരാൻ പറയണം. പിന്നെ ആ കാവെല്ലാം അടിച്ച് വൃത്തിയാക്കുകയും വേണം. ചെല്ല്. ശരി അമ്മച്ചി. 4-5 കാവുണ്ടായിരുന്ന വലിയൊരു തറവാടായിരുന്നു ഇത്. മുത്തശ്ശി നേരത്തെ ഉറങ്ങിയെന്ന് തോന്നുന്നു. അല്ലെങ്കിലും നാട്ടിൻ പുറത്തെ ദിവസങ്ങൾക്ക് നീളം കുറവല്ലേ? ശരിയാണ് നിഷ. ശരിക്കും താൻ എനിക്കൊരു വിസ്മയമാവുകയാണ് ഓരോ നിമിഷവും. തറവാടിനോടും അച്ഛനോടും നമ്മുടെ റിച്വൽസിനോടൊക്കെ ഉള്ള താല്പര്യം കാണുമ്പോൾ സത്യത്തിൽ
കേരളത്തിൽ താമസിക്കുന്ന ഞങ്ങൾക്ക് പോലും ഇത്രയും തീവ്രതയില്ല. ഇവിടെ കാവുകളൊക്കെ വെട്ടിത്തെളിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അത് നമ്മുടെ അറിവുകേട്. കാവുകളുടെ റിലീജിയസ് ആസ്പെക്ട്സിനുള്ള അത്രയും പ്രാധാന്യം തന്നെയുണ്ട് അതിൻ്റെ ഇക്കോളജിക്കൽ ആസ്പെക്ട്സിനും. ഇറ്റ്സ് എൻ എവർഗ്രീൻ പാച്ച് ഓഫ് ഫോറസ്റ്റ്, വെരി വെൽ വിത്തിൻ ദ റീച്ച് ഓഫ് അവർ ഹോം. വാട്ട് എ ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ്. We don't realize what all things we are missing. Yeah, that's true. നിഷ, ഞാനിവിടെ വന്നപ്പോൾ മുതൽ ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കായിരുന്നു. എന്താ? ഈ വീടും പരിസരമൊക്കെ എവിടെയോ കണ്ട് മറന്ന പോലെ ഇവിടെ വളരെ കാലം ജീവിച്ചൊരു പ്രതീതി. സർപ്പക്കാവ് പോലും വളരെ ഫെമിലർ ആയിരിക്കുന്നു. എന്തോ വല്ലാത്തൊരു ആത്മബന്ധം പോലെ. ഒരുപക്ഷെ മുജ്ജന്മത്തിൽ എപ്പോഴെങ്കിലും ഞാനും ഇവിടെയായിരിക്കും ജനിച്ചത് അല്ലേ? അന്നൊരു പക്ഷേ നിഷേൻ്റെ ഞാൻ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന ഒരാളായിരുന്നിരിക്കണം. നിഷ എന്താ ആലോചിക്കുന്നത്? നിഷ, what happened? ഒന്നുമില്ല. Tell me, Nisha, what happened? ഒരു നിമിഷം ഞാൻ എൻ്റെ അച്ഛനെ ഓർത്തുപോയി രതീഷ്. ഈ വീട്ടിൻ്റെ മുറ്റത്ത് ഒരു വലിയ പന്തലിട്ട് എൻ്റെ കല്യാണം നടത്തണമെന്ന് അച്ഛൻ പറയാറുണ്ടായിരുന്നു. വിനോദിന്റെ വീട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് അത് നടന്നില്ല. ജീവിതം അങ്ങ് കാനഡയിലായിരുന്നെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അച്ഛൻ എന്നൊരു തനി നാട്ടിൻപുറത്തുകാരനായിരുന്നു. അമ്മ പിരിഞ്ഞതിന് ശേഷം ആ നൊസ്റ്റാൾജിയ കൂടിയതേ ഉള്ളൂ. ഞാനിപ്പോഴും ഓർക്കുന്നു, അച്ഛൻ തീരുമാനിച്ചുറപ്പിച്ച എന്റെ മാരേജ് ഡിവോഴ്സായ അന്ന് രാത്രി എന്നെ കെട്ടിപ്പിടിച്ച് ഒരു കൊച്ചുകുട്ടിയെ പോലെ ഒട്ടിക്കരഞ്ഞത് ഞാൻ എങ്ങനെ മറക്കും രതീഷ്? ഉഷേ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ പിണങ്ങോ? എന്താ പതിവില്ലാത്തൊരു മുഖവുര? ഒരാളെൻ്റെ ഉറക്കം കെടുത്തുന്നു. 10-15 വർഷത്തിന് ശേഷവും അത്രേ എനിക്ക് കഴിയുന്നെങ്കിൽ നീ അല്ലെന്നുള്ളതാണ് ഗതികേട്. ജനറൽ മാനേജറാണോ? ഹാ, തമാശ കളൗഷ. എങ്കിൽ പറയൂ, ഈ വമ്പൻ കക്ഷി ആരാണ്? നിഷ. രതീഷ്, കാര്യമായിട്ടാണോ ഈ പറയുന്നേ? അതോ
ഈ പാതിരാത്രിയിൽ എന്നെ നേര് പറയൂ, എന്താണ് സംഗതി? വന്നു കണ്ടു കീഴടക്കി എന്ന് പറയുന്ന പോലെ. മനസ്സിലായി. മധ്യവയസ്സിന്റെ വൺ വേ പ്രേമം അല്ലേ? വൺ വേ അല്ല. ആട്ടെ, എന്താ ഈ കക്ഷിക്ക് വേണ്ടത്? എനിക്കറിയില്ല. സെക്സ് ആയിരിക്കാമെന്നാണ് ഞാനും വിചാരിച്ചത്. പക്ഷെ അല്ല. അല്ലാതെ പിന്നെ? എന്താ ഇത്, കൊച്ചുകുട്ടികളെ പോലെ? ആദ്യമൊക്കെ പ്രൊഫഷണൽ ബന്ധങ്ങൾക്കപ്പുറം ഒന്നുമില്ലായിരുന്നു. പക്ഷേ കൂടുതൽ അറിഞ്ഞപ്പോൾ നിഷയുമായൊരു മുജ്ജന്മ ബന്ധമുള്ളതുപോലെ വല്ലാത്തൊരടുപ്പം. ഐ ആം അൺഏബിൾ ടു ഗെറ്റ് അവേ ഫ്രം ഹർ. യു ക്യാൻ രതീഷ്, യു ക്യാൻ. വേണ്ടത്ര ശ്രമിച്ചാൽ നടക്കാത്തതായിട്ട് രതീഷിനൊന്നുമില്ല. ഉഷ എന്തുകൊണ്ടാണ് എന്ത് പിണങ്ങാത്തത്? ആലോചിച്ചു നോക്ക്. ഒരു ബിസിനസ് ടൂറുണ്ട്, ഒരാഴ്ച കഴിഞ്ഞ് വരൂ. ഓ, അത് പറയാൻ കാത്തിരിക്കായിരുന്നു അല്ലേ? അതെ. ഒരാഴ്ചത്തെ ടൂറ് കഴിഞ്ഞ് ഇന്നലെ എത്തിയതല്ലേ ഉള്ളൂ. വീണ്ടും ജോലിയുടെ ഭാഗമല്ലേ? ജോലി. ഒരുമിച്ച് ഉറങ്ങിയും തുടങ്ങിയല്ലേ? ഉഷേ, താൻ എന്തൊക്കെ ഈ പറയുന്നേ? എന്നെയും കുട്ടികളെയും നിങ്ങൾ ചർച്ചാ വിഷയമാക്കാറുണ്ടോ രതീഷ്? ഞാനും കുട്ടികളും ഉണ്ടെന്ന് നിഷയ്ക്കറിയില്ലേ? നിഷയ്ക്ക് ഒരു കുടുംബമുണ്ടോ? ഭർത്താവുണ്ടായിരുന്നു, കുട്ടികളില്ല. ആളുകൾ എന്തു പറയുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആളുകൾ എന്തെങ്കിലും പറയട്ടെ. തൽക്കാലത്തേക്കുള്ള ഒരു ഫാസിനേഷൻ എന്ന് മാത്രമേ ഞാൻ കരുതിയിരുന്നുള്ളൂ. ബട്ട് പ്ലീസ്, എനിക്ക് ഇന്ന് തന്നെ പോണം. അനുവദിച്ചിരിക്കുന്നു. കുട്ടികൾ അറിഞ്ഞാൽ അവരെ നമുക്ക് ബോർഡിങ്ങിലാക്കിയാലോ? എന്നിട്ട് ഞാനും ഒരു ടൂറിസ്റ്റ് വിസ എടുത്തോളണമെന്നായിരിക്കും. ഭ്രാന്ത് പിടിച്ചാൽ മതിയായിരുന്നു. ഹേയ്, യു ആർ മേക്കിംഗ് മീ സിക്ക്. വൺ ഓഫ് ദീസ് ഡേയ്സ് ഐ എം അഫ്രൈഡ് ഐ വിൽ ഹാവ് ടു. അതെ, ഞാൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്തെന്നിരിക്കും. രതീഷ്, എവിടേക്കാണ് പോകുന്നതെങ്കിലും പറയൂ.
ചേട്ടാ എന്താടി? കോമ്പോസിഷന് സബ്ജക്റ്റ് എഴുതിയിട്ട് ഒരാഴ്ചയായി, ഇതുവരെ ഒന്നും എഴുതിയിട്ടില്ല. എന്താ ക്വസ്റ്റ്യൻ? സീതയെ രാമൻ കാട്ടിൽ ഉപേക്ഷിച്ച് ശരിയോ തെറ്റോ ഒന്ന് പറഞ്ഞ. ഇത് കണ്ടില്ലേ ഈ രാജാവ് ക്യൂനിട്ട് കളിയാക്കുന്നത്? അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റൂ? ചേട്ടാ ഇതെനിക്ക് നാളെ സബ്മിറ്റ് ചെയ്യാനുള്ളതാ. ചെയ്തേക്ക്. അതിനൊന്നും എഴുതിയിട്ടില്ലല്ലോ. ഒരു കാര്യം ചെയ്യ്, നീയാണ് സീതയെന്ന് വിചാരിക്കേ, എന്നിട്ട് ഒരൊറ്റ എഴുത്തങ്ങ് എഴുത്. അത് ശരിയാവില്ല. തെറ്റാണ് രാമൻ ചെയ്തെങ്കിലും അത് തെറ്റായി സീതയ്ക്ക് തോന്നുന്നില്ല എന്നാണ് എൻ്റെ ടീച്ചർ പറഞ്ഞേ. എന്നാലേ നീയാണ് രാമനെന്ന് കരുതി എഴുതി നോക്ക്. അത് ഞാൻ ആണല്ലോ. എന്നാ ശരി, എഴുതിക്കോ. തെറ്റരുത്. ഇല്ല. ഭർത്താവ് ഭാര്യ ഉപേക്ഷിക്കുന്നെങ്കിൽ ഇടതൂർന്ന കാട്ടിൽ ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. എഴുതിയോ? എഴുതി. നാട്ടിൽ ഉപേക്ഷിച്ചാൽ പൂച്ചകളെ പോലെ തിരയെ കയറി വന്നാലോ? ഇങ്ങനെ ബോറൊക്കെ എഴുതി വെച്ചാൽ മാഷ് അതവർക്ക് സ്കൂളിൽ വായിക്കും. കുട്ടികൾ എല്ലാരും കൂടെ. ഓക്കെ ശരി, ബി സീരിയസ്. നമ്മുടെ പപ്പ രതീഷാണ് രാമനെന്ന് വിചാരിക്കേ, അമ്മ ഉഷയാണ് സീതയെന്ന് കരുതുക. പപ്പ അമ്മയെ കാട്ടിൽ ഉപേക്ഷിക്കുന്നു. നമ്മുടെ അമ്മ ഭയന്ന് വിറച്ചു. കാട്ടാന, കരടി, ചെന്നായ. ഓ വാട്ട് എ സർപ്രൈസ്. വരൂ, അകത്തേക്ക് വരൂ. കുറച്ചുനാൾ ആയല്ലേ തമ്പുരാട്ടിയെ കണ്ടിട്ട്? എന്തു പറ്റി? അത്ര തിരക്കോ? കുടിക്കാൻ എന്താ വേണ്ടത്? ചായയോ അത് തണുത്തതോ? ഒന്നും വേണ്ട. നീ നോർമൽ അല്ല. പറ, എന്താ നിന്റെ പ്രശ്നം? ഒക്കെ അടക്കി വെക്കാൻ നോക്കി, പക്ഷെ പറ്റണില്ല.
എന്താണോ ഇത്? കൊച്ചുകുട്ടികളെ പോലെ. വൺ മിനിറ്റ്. ആ, ഞാൻ ഡോക്ടർ ചിത്രയാ. ഞാനിന്ന് ഹാഫ് ഡേ ലീവാ. ഡോക്ടർ സക്കറിയ സാറിനോട് പറഞ്ഞേക്കൂ. ഇല്ല, പെട്ടെന്നൊരു അത്യാവശ്യം. ഓക്കെ. പറയൂ. നാട്ടുകാരും വീട്ടുകാരും ഒക്കെ എതിർത്തപ്പോ കല്യാണത്തിന് കൂട്ടുനിന്നത് നീയായിരുന്നു. നിങ്ങൾ സമപ്രായക്കാരായതാണ് ഇപ്പോൾ ഈ പ്രശ്നത്തിന് കാരണം. ആണുങ്ങൾക്ക് 40-നപ്പുറം തലപ്പൊക്കാറുള്ള ഒരു അസുഖമാണിത്. ഒരേ പ്രായക്കാരല്ലെങ്കിൽ ഇതുണ്ടായിക്കൂടെ? ഉണ്ടാവാം. പക്ഷേ ഭാര്യയുടെ താരുണ്യം അപ്പോഴും അവശേഷിക്കുന്നുവെങ്കിൽ പ്രശ്നം മിക്കവാറും ഒതുങ്ങിക്കിട്ടുമെന്നാണ് എന്റെ ശാസ്ത്രത്തിന്റെ അറിവ്. എനിക്കിനി എന്റെ പഴയ ജീവിതം ഒരിക്കലും തിരിച്ചു കിട്ടില്ലേ? മനസ്സ് വല്ലാതെ പിടിവിട്ടു പോകുന്നു. രതീഷിന്റെ കാര്യത്തിൽ പ്രതിരോധത്തിൻ്റെതല്ലാത്ത വഴി നീ തിരഞ്ഞെടുത്തത് നല്ല കാര്യം. ജീവിതമെന്നാൽ ഈ വിധമാണെന്ന് മനസ്സിലാക്കി കിട്ടുന്നത് വരെയുള്ളൂ ഈ ദുരിതം. എന്നാശ്വസിക്കാൻ പലതവണ ഞാൻ ശ്രമിച്ചു. പക്ഷേ ശരീരത്തിലെ പ്രധാനപ്പെട്ട അവയവങ്ങൾ വെട്ടിമാറ്റപ്പെട്ടതുപോലുള്ള നീറ്റൽ. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. പക്ഷേ രതീഷിന് ഇപ്പോഴും നിന്നെ വലിയ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ശ്രീമാൻ വലിയ മനോവേദനയിലുമായിരിക്കും. ബഹളം വെച്ചാൽ ആ സ്നേഹവും വേദനയും ഒപ്പം തിളച്ച് ആവിയായി പോകും. അഥവാ നിന്നോട് ഒട്ടും സ്നേഹമില്ല എന്ന നിലപാടിലാണെങ്കിൽ ബഹളം വെക്കരുത്. അയൽക്കാരെ കൂടി അറിയിക്കാന്നല്ലാതെ അതുകൊണ്ട് ഒരു ഗുണവുമില്ല. ഇനി അറിയാൻ ആരുമില്ല. കോടതിയിലും പുറത്തും ഇത് പാട്ട. ഡിവോഴ്സ് കേസുകളിൽ ബന്ധങ്ങളുടെ കുരുക്കഴിച്ച് ഒന്നിച്ചു ചേർക്കാറുള്ള ഞാൻ എനിക്ക് കണ്ണടയ്ക്കാൻ വയ്യ. അടഞ്ഞാൽ കാണുന്നത് രതീഷ് നിശ്ചയമായി. പിന്നെ അതിന്റെ വിശദാംശങ്ങൾ. അതോടെ ഉറക്കം നഷ്ടപ്പെടുന്നു. പിന്നൊന്ന് ഉറങ്ങിക്കിട്ടാനുള്ള വെപ്രാളം. മരിച്ചു പോയിരുന്നെങ്കിൽ. പക്ഷേ എന്റെ കുട്ടികൾ. എന്താണ് രതീഷിനെ മറ്റൊരാളിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നെന്ന് നിന്റെ മനസ്സ് തപ്പിക്കൊണ്ടിരിക്കുന്നു, ശരിയല്ലേ? ഇന്റിമസിയുടെ കാര്യത്തിൽ ആർക്കും ഉണ്ടാവുമല്ലോ കുറെ അതിരുകൾ. ആ അതിരുകളാണോ നിനക്ക് വിനയായി തീർന്നിരിക്കുന്നെന്ന് നീ അമ്പരക്കുന്നു, അല്ലേ? ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, സെക്സ് അല്ല രതീഷിനെ കുരുക്കിയിരിക്കുന്നത്. പിന്നെ അങ്ങനെയായിരുന്നെങ്കിൽ ഇതിനകം തന്നെ ആ പിടി അയഞ്ഞു പോകുമായിരുന്നു. അപ്പോ മറ്റെന്തോ ആണ്. ഒരുപക്ഷെ രതീഷിന്റെ ഉള്ളിൽ മുമ്പെങ്ങോ ഒരു മാതൃകാ സ്ത്രീയുടെ സങ്കല്പം ഉണ്ടായിരുന്നിരിക്കാം. നിന്നെ കല്യാണം കഴിക്കുന്നതിന് മുൻപുള്ള ഒരു സ്വപ്നാരാധിക. നിന്നെ അവഗണിക്കുന്നില്ലെങ്കിലും ആ മാതൃകാ സ്ത്രീയെ നിഷയിൽ രതീഷ് കണ്ടെത്തിയിരിക്കും. എന്നുവെച്ചാൽ സ്വപ്നത്തിലുള്ള ഒരാളോട് കുറച്ചുകൂടി സാദൃശ്യമുള്ള ഒരു ദുസ്വപ്ന ജീവിയെ. നിനക്ക് ചിരി, ഞാനിവിടെ തീ തിന്നെയാ. ജീവിച്ചിരുന്നിട്ട് തന്നെ ഒരു കാര്യമില്ലാത്ത അവസ്ഥ. എടോ, കുട്ടികളെ ഓർത്തെങ്കിലും നീ ഒന്ന് ചിരിക്കേ. അവരെ കുറിച്ച് ഓർക്കുമ്പോഴാ കൂടുതൽ സങ്കടം. അവരോട് എന്ത് പറയണമെന്ന് എനിക്ക് ഒരു നിശ്ചയവുമില്ല. സംശയിക്കാൻ എന്താ? നീ മോനോട് എല്ലാം തുറന്നു പറയണം. 10-14 വയസ്സായില്ലേ അരുണ്? അവന്റെ ഉത്തരവാദിത്വ ബോധം ഇതുകൊണ്ട് വർദ്ധിക്കുകയുള്ളൂ. അനിതയ്ക്ക് ഇതൊന്നും മനസ്സിലാക്കാനുള്ള പ്രായമായില്ല. അതിനെ വിട്ടേക്ക. എങ്ങനെ പറയാൻ? എന്തെന്ന് വെച്ചാ പറയാ? പപ്പയെന്ന് പറഞ്ഞാൽ അവന് ജീവനാ. സാരമില്ല. ഞാൻ ഉദ്ദേശിച്ചത് മറ്റുള്ളവർ പറഞ്ഞ് അവൻ അറിയരുത്.
താൻ തന്നെ പറയുന്നതാ അതിന്റെ ശരി. ഞാൻ എങ്ങനെയാടോ ഒരമ്മ മോനോട് അച്ഛനെ കുറിച്ച് ഇത്തരം കാര്യങ്ങൾ നീയൊന്ന് വന്ന് വരാൻ കഴിയാഞ്ഞിട്ടല്ല, ഇക്കാര്യം ഞാൻ പോലും പറയാൻ പാടില്ല എന്നുള്ളതാണ് അതിന്റെ ശരി. നീ കൈ കഴുകുകയാണല്ലേ? അല്ലേ അല്ല, രതീഷിന്റെ മാനസികാവസ്ഥ നീ സ്നേഹം കൊണ്ടറിഞ്ഞ് എല്ലാം സഹിക്കുന്നുവെന്ന് അവൻ അറിയണം. മോനും അങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നതെന്ന് നീ അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അസാധ്യങ്ങളായ കാര്യങ്ങളാ നീ എന്നോട് ചെയ്യാൻ പറയുന്നത്. ശ്ശോ, എനിക്ക് ഭ്രാന്ത് പിടിച്ചിരുന്നെങ്കിൽ. ഇനി നീ കരയരുത്. സമചിത്തതയോടെ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറെടുക്കണം. ദാ. ഭ്രാന്ത് പിടിക്കാതിരിക്കാനുള്ള മരുന്നല്ല ഇത്. രാത്രിയിൽ ഉറങ്ങാൻ വേണ്ടി. ദേ, ഒന്നി കൂടുതലാവരുത്. ഓവർഡോസ് ആയാൽ കുട്ടികളുണ്ടെന്ന കാര്യം നീ മറക്കരുത്. എവറിത്തിങ് വുഡ് ബിക്കം ഓൾ റൈറ്റ്. ജാനകിയമ്മേ, ജാനകിയമ്മ ഇന്ന് വന്നില്ല. അമ്മ ഇന്ന് കോടതി പോയില്ലേ? ഇല്ല. മോൻ വാ, ആഹാരം കഴിക്കാം. വേണ്ട, പപ്പ വേറെ കല്യാണം കഴിച്ചോ? ഇല്ലല്ലോ മോനെ. ഊവെന്ന് ആളുകൾ പറയുന്നു. ആളുകൾ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നതാ മോനെ. പപ്പ വേറെ ആരെ കല്യാണം കഴിക്കാൻ? എങ്കിൽ കഴിക്കാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ അങ്ങനെ. ആരുടെയും കൂടെ ജീവിക്കാൻ പപ്പയ്ക്ക് സ്വാതന്ത്ര്യമില്ലേ? ഇല്ല. പപ്പയുടെ സന്തോഷം അതാണെങ്കിലോ? ഇവിടെ ഇപ്പൊ എന്താണ് സന്തോഷക്കുറവ്? ഇല്ല, ഞാനൊന്നും സമ്മതിക്കില്ല. അമ്മ തുറന്നു പറയൂ, ഇഷ്യൂ എന്താണ്? ഞാൻ അത്ര ചെറിയ കുട്ടിയൊന്നുമല്ല. കാര്യം എന്തായാലും എനിക്കറിയണം. മോനെ, കൂടെ ജോലി ചെയ്യുന്ന ആരോടോ പപ്പയ്ക്ക് അല്പം അടുപ്പം. ഇടയിൽ കിടന്ന് കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ അമ്മ ആഗ്രഹിക്കുന്നില്ല. മോന് മനസ്സിലാക്കാൻ കഴിയില്ല ഇതൊക്കെ? ഇല്ല. മോൻ പഠിത്തത്തിൽ ശ്രദ്ധിക്ക. എക്സാം അടുത്ത സമയവാ. ഈ പപ്പയെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നുമല്ല കരുതിയത്. ഈ പപ്പയുടെ മകനായിട്ട് ജീവിക്കുന്നതിലും ഭേദം. പാടില്ല, അങ്ങനെയൊന്നും പറയരുത്. എന്തുകൊണ്ട് പാടില്ല? അമ്മയാണ് അൺഫെയർ ആവുന്നെങ്കിൽ അമ്മയോട് ഇത് തന്നെ ഞാൻ പറയും. മോനെ, അമ്മയ്ക്കൊരപേക്ഷയുണ്ട്. ബഹളം ഉണ്ടാക്കരുത്. പപ്പയോട് ഒരു പരിഭവം തോന്നരുത്. എന്റെ മോനത് കാണിക്കരുത്. പ്രയാസമാണ് മോനെ. സഹിക്കുന്നതിനൊരു അതിരില്ലേ അമ്മേ? സഹിക്കണം. അമ്മയ്ക്കോ പപ്പയ്ക്കോ എന്തെങ്കിലും രോഗം പിടിപെട്ട മോൻ എന്ത് ചെയ്യും? ചികിത്സിപ്പിക്കും. ഏത് മഹാരോഗമാണെങ്കിലും. തീർച്ചയായും. എന്നാ അത് തന്നെയാ ഇപ്പോഴും ചെയ്യേണ്ടത്. കാര്യങ്ങളൊക്കെ അമ്മ തന്നെ ചെയ്തോളാം. എന്റെ മോൻ വലുതായില്ലേ, പ്ലീസ് അമ്മയോടൊപ്പം നിന്ന് അമ്മയെ സഹായിക്കാൻ. പ്ലീസ് മോനെ. അമ്മ, യു ഗ്രേറ്റ്, സിംപ്ലി ഗ്രേറ്റ്.
നിഷ മേനോൻ ഹിയർ. ഞാൻ ഉഷയാണ്. ഉഷയോ? ഏതുഷ? ഞാൻ രതീഷിന്റെ ഭാര്യ ഉഷ. യെസ്. രതീഷ് ടൂറ് പോയപ്പോൾ ഞാനിവിടെ ഇല്ലായിരുന്നു. എങ്ങോട്ടാണ് പോയതെന്ന് പറഞ്ഞില്ല, വിളിച്ചുമില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ. സോറി, എനിക്കറിയില്ലല്ലോ. നമ്മൾ തമ്മിൽ നേരിട്ട് പരിചയപ്പെട്ടിട്ടില്ല. നിങ്ങൾ ജോയിൻ ചെയ്തപ്പോൾ കമ്പനിയിൽ ഒരു പാർട്ടി ഉണ്ടായിരുന്നല്ലോ. എൻ്റെ ഭാഗ്യക്കേടിന് അതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് കുറേ കാലം ആയില്ലേ? ഞാനതൊക്കെ മറന്നു. എനിക്ക് നിങ്ങളെ പരിചയപ്പെടണമെന്നുണ്ട്. തടസ്സമില്ലെങ്കിൽ. ആകാലോ. താങ്ക്സ്. എപ്പോഴാണ് സൗകര്യം? ഓഫീസിലാണെങ്കിൽ 9 മുതൽ 5 വരെ. ഇവിടെയാണെങ്കിൽ രാവിലെയും വൈകിട്ടും. എപ്പോഴും ആവാം. മുൻകൂട്ടി അറിയിച്ചാൽ ഇരു കൂട്ടർക്കും സൗകര്യം. നാളെ രാവിലെ ഈ നേരത്തായാലോ? കോടതി പോകുന്ന വഴിക്ക് ഞാൻ അതിലേ വരാം. ഓക്കെ. ഓ, പറഞ്ഞില്ലല്ലോ, ഞാനൊരു അഡ്വക്കേറ്റാണ്. ഓ, ഐ സി. അപ്പം നാളെ കാണാം. താങ്ക് യു. ബൈ. Dirty fellow. അയ്യാ, എനിക്ക് നീരിപ്പുണ്ടില്ലേ? ഡിനോസർ. എന്താ മോളെ? ഒന്നുമില്ല, നത്തിങ്. ആരോടാ നീ വഴക്കുണ്ടാക്കുന്നത്? അതിനിവിടെ ആരും ഇല്ലല്ലോ. പിന്നെ ഞാൻ കേട്ടതോ? ഏതാണ് ഈ ഫോട്ടോ? ഓ, ഇതാ മുൻവശത്തിരുന്നല്ലേ? അമ്മ, ഞാൻ ഇത് കുത്തി പൊടിച്ച് വലിച്ചെറിയും കേട്ടോ. മോളെ, പപ്പ ഡേർട്ടി അല്ല. അതെ, ഡർട്ടി, ഡർട്ടിയോ, ഡർട്ടിയസ്റ്റ്. ആര് പറഞ്ഞു? എല്ലാരും പറഞ്ഞു നടക്കുന്നു. എന്ത്? നമ്മളെ പാപ്പ ഉപേക്ഷിച്ചില്ലേ? ഇല്ലല്ലോ. പപ്പ വേറൊരു വീട്ടിൽ പോയി താമസിക്കുകയല്ലേ അമ്മ? എനിക്കറിയാം. അല്ല. അമ്മ പപ്പയെ പോവാൻ വിട്ടെന്നാണോ? അതെ. എന്തു പറ്റിയമ്മ? ഒന്നുമില്ല, ഞങ്ങൾ അമ്മയുടെ തലം ചോര വരുന്നു. അയ്യോ, ഇതെങ്ങനെ? തലയും കണ്ട് തട്ടി. ഇടി നിന്നെ. വേണ്ട മോനെ. അമ്മ, ഞാൻ സാരമില്ല, സാരമില്ല മോളെ, സാരമില്ല. ആരാ? ഞാൻ അഡ്വക്കേറ്റ് ഉഷ രതീഷ്. ഓ, കം ഓൺ ഇൻ. വരൂ, അകത്തേക്ക് വരൂ. ഇരിക്കൂ. ഞാൻ ചായ എടുക്കാം. വേണ്ട, ഞാനിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതേ ഉള്ളൂ. വേണം, ആദ്യമായിട്ട് വരികയല്ലേ. പ്ലീസ് സിറ്റ് ഡൗൺ. നിങ്ങൾ ഇന്നലെ എന്തോന്ന് ചോദിച്ചല്ലോ.
ഓ, രതീഷിനെ കുറിച്ചായിരുന്നു അല്ലേ? അതെ, ക്യാമ്പ് എവിടെയെന്നായിരുന്നു ചോദ്യം. അപാര ഓർമ്മ, അഭിനന്ദിക്കാതെ തരവില്ല. താങ്ക് യു. പക്ഷേ രതീഷ് എവിടെ പോയിന്ന് സത്യത്തിൽ എനിക്കറിയില്ല. ഒരു കാര്യം വ്യക്തമാക്കാം, ഈ 4 ചുമരുകൾക്കകത്ത് രതീഷില്ല, തീർച്ച. ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ സൂചിപ്പിച്ചുമില്ലല്ലോ. അല്ല, ഞാൻ ധരിച്ചു. അനാവശ്യമായ ധാരണകൾ ഒഴിവാക്കൂ. ഞാൻ അത്തരക്കാരിയല്ല. എനിക്ക് 2 കുട്ടികളുണ്ട്. അച്ഛൻ എവിടെയെന്ന് അവർ ചോദിക്കുന്നു. നിഷയ്ക്ക് അത്തരം പ്രശ്നങ്ങൾ തൽക്കാലം നേരിടാനില്ലെന്ന് എനിക്കറിയാം. എന്റെ അച്ഛൻ എവിടെയെന്ന് എന്റെ അമ്മയോട് ഞാൻ ഒരിക്കലും ചോദിച്ചിട്ടില്ല. മറിച്ച് അമ്മ എവിടെയെന്ന് അച്ഛനോട് ചോദിച്ചിട്ടുള്ളതായി ഓർക്കുന്നുണ്ട്. കാരണം അമ്മ മറ്റൊരാളുടെ കൂടെ അങ്ങ് പോയി. നമുക്കല്പം ഫലപ്രദമായി സംസാരിച്ചൂടെ? വൈ നോട്ട്? ഞങ്ങൾ വിൽപ്പനക്കാർ എപ്പോഴും പറയുന്ന വാചകമായത്. ഒരു കുടുംബത്തെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ താല്പര്യമുണ്ടോ? ക്ഷമിക്കണം, ഞാനൊരു സാമൂഹ്യ പ്രവർത്തകയല്ല. ഒരു സാധാരണ സ്ത്രീ എന്ന നിലയിൽ അവിടെ നിങ്ങൾക്ക് തെറ്റി. ഞാനൊരു സാധാരണ സ്ത്രീയെ അല്ല, അസാധാരണ സ്ത്രീ. എനിക്ക് വേണമെന്ന് തോന്നുന്നതെല്ലാം ഞാൻ കൈക്കലാക്കാറുണ്ട്, അതിന് മതിയാവുന്ന വില കൊടുക്കാൻ കഴിയുമെങ്കിൽ. രതീഷ് സന്തോഷവാനായിരിക്കണമെന്ന് നിഷ ആഗ്രഹിക്കുന്നില്ലേ? തീർച്ചയായും. രതീഷിന്റെ മാനസികാരോഗ്യം നാളെ അപകടത്തിലായാൽ? രതീഷിന്റെ മാനസികാരോഗ്യത്തിന് കുഴപ്പം എന്തെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നാളെ അങ്ങനെ ഒരു അവസ്ഥ വന്നാലോ? അത് മരമണ്ടന്മാരുടെ വഴിയല്ലേ. ഈ കാഴ്ചപ്പാട് എനിക്ക് ശരിയായിട്ട് തോന്നുന്നു. എന്റെ കാഴ്ചപ്പാട് ഞാൻ മറച്ചു വയ്ക്കാറില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു പുരുഷന് വേണ്ടി വഴക്ക് കൂടുന്ന 2 സ്ത്രീകളിൽ ഒരാളാവാൻ എനിക്ക് ആഗ്രഹമില്ല. ഇക്കാര്യം രതീഷിനോട് പറഞ്ഞിരുന്നോ? നോക്കൂ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ബന്ധമല്ല ഞാനും രതീഷും തമ്മിലുള്ളത്. നിങ്ങൾക്ക് 2 കുട്ടികളായതിൽ പിന്നെ അവരുടെ അച്ഛൻ പിരിഞ്ഞു പോയാലോ എന്നല്ലേ? അതെ. ഇഷ്ടമില്ലാത്ത ഒരാളോടൊപ്പം ജീവിക്കുന്നതിലും ഭേദം പിരിയുന്നതല്ലേ? ഒരു തീരുമാനത്തിലെത്താൻ കഴിയാതെ രതീഷ് തകർന്നു പോകാനിടയായാൽ? നോക്കൂ, നാം തമ്മിൽ തർക്കിച്ചാൽ എങ്ങും എത്തില്ല. നിങ്ങളെ ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. രതീഷിനെ കണ്ടുമുട്ടിയപ്പോ എനിക്ക് നിങ്ങളെ അറിയില്ല. നിങ്ങളെയും കുട്ടികളെയും അനാഥരാക്കാനുള്ള മുൻവിധിയോടെ അല്ല ഞാൻ കേരളത്തിലെത്തിയത്. ദയവായി നിങ്ങൾ അത് മനസ്സിലാക്കണം. രതീഷ് അടുത്തിടെയായി പതിവിലേറെ മദ്യപിക്കുന്നു. എനിക്കതിലൊരു പങ്കുമില്ല സഹോദരി. അവസാനമായി ഒരു ചോദ്യം കൂടി. ചോദിക്കൂ. നമുക്ക് 2 പേർക്കും കൂടി 2 പേർക്കും കൂടി രതീഷിന്റെ രക്ഷയ്ക്ക് ഒരു മാസ്റ്റർ പ്ലാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരി, രതീഷിനെ രക്ഷിക്കാൻ രതീഷിനെ കഴിയൂ. അതിലെനിക്കൊരു റോളുമില്ല. പിന്നെ ഭർത്താവിന്റെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു സ്ത്രീയുടെ അടുത്തെത്തി കെഞ്ചുന്ന ഭാര്യയുടെ ചിത്രം ദുഃഖകരമാണ്. ബട്ട് ഐ എം ഹെൽപ്ലെസ്.
You are doing a great job, Nisha. In the last quarter itself, we have registered a growth of 9%. Congratulations. താങ്ക് യു സർ. ഇങ്ങനെ പോയാൽ by the end of this financial year, we can achieve a growth of minimum 20%. I am confident about that. സർ, എക്സ്ക്യൂസ് മീ. Go ahead. താങ്ക്സ്. ഹലോ രതീഷ്. ഹായ് നിഷ, ഗുഡ് മോർണിംഗ്. രതീഷ് എവിടെയാ? 3-4 ദിവസമായിട്ട് ഒരു മെസ്സേജും ഇല്ലല്ലോ. ഞാനിപ്പോൾ ചെന്നൈയിലാണ്. 3 മണിക്ക് ഓഫീസിലെത്തും. ഉണ്ടാവുമല്ലോ? ഇല്ല, ഉച്ച കഴിഞ്ഞ് ഞാൻ ലീവാ. എന്തു പറ്റി? ഐ എം നോട്ട് ഫീലിംഗ് വെൽ. ഓക്കെ, എങ്കിൽ വൈകിട്ട് ഞാൻ ഗസ്റ്റ് ഹൗസിൽ വരാം. ഓൾ റൈറ്റ്. ഓക്കെ, ബൈ. Come in. എന്തു പറ്റി? സുഖമില്ലെന്ന് പറഞ്ഞു. ഏയ്, ഒന്നുമില്ല. ടെൽ മീ വാട്ട് ഹാപ്പൻഡ്? ഏയ്, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഹൗ വാസ് യുവർ ചെന്നൈ ട്രിപ്പ്? ആസ് യൂഷ്വൽ, റൊട്ടീൻ ബിസിനസ് മീറ്റിംഗ്സ്. കമ്പനിയിൽ ഇന്നത്തെ പാർട്ടിയുടെ കാര്യം നിഷയെ അറിയിച്ചിരുന്നില്ലേ? അറിയിച്ചിരുന്നു, പക്ഷേ അറ്റൻഡ് ചെയ്യണമെന്ന് തോന്നിയില്ല. നിഷ, there is something wrong with you. Tell me what happened, please. രതീഷിന്റെ വൈഫ് എന്നെ കാണാൻ വന്നിരുന്നു. എന്നിട്ട്? രതീഷ് എവിടെ എന്നോട് ചോദിച്ചു. അറിയില്ല എന്ന് ഞാനും പറഞ്ഞു. ഓഹോ, പിന്നെന്തെങ്കിലും? അവർക്ക് എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ എന്നെക്കുറിച്ചുണ്ടെന്ന് തോന്നുന്നു. അല്ല, അവരുടെ സ്ഥാനത്ത് ആരാണെങ്കിലും ഇങ്ങനെ തന്നെ പ്രതികരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, എനിക്കതിൽ പരാതിയൊന്നുമില്ല. ഇവിടം വിട്ടു പോയാൽ എന്താന്നാ ഞാൻ ആലോചിക്കുന്നത്. പോകാനോ? എങ്ങോട്ട്? ലോകം വളരെ വിശാലമല്ലേ രതീഷ്? നിഷ, താൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അതെ രതീഷ്, കേരളത്തിലെ എൻ്റെ ആ അവധിക്കാലം തീർന്നു എന്ന് തോന്നുന്നു. നിഷ, ഇവിടെ വന്നു, അച്ഛൻ്റെ തറവാട്ടിൽ പോയി, പിന്നെ രതീഷിനെ പോലൊരാളെ പരിചയപ്പെട്ടു. ഇത്രയൊക്കെ പോരെ? നിഷ, പ്ലീസ്. ഏത് നല്ല കാര്യത്തിനും ഒരവസാനം വേണ്ടതാണല്ലോ. മതി എന്ന് മനസ്സ് പറയുന്നു. ഉഷയുടെ വരവാണോ നിഷ ഇങ്ങനെയൊക്കെ ചിന്തിപ്പിച്ചത്? അല്ല, നമ്മുടെ ബന്ധം പോകാവുന്നിടത്തോളം പോയി കഴിഞ്ഞു. ഇനി അത് നീണ്ടാൽ വലിയ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടിയേക്കും. അപ്പോ നിഷ എല്ലാം തീരുമാനിച്ചല്ലേ? എന്താ ഭാവി പരിപാടികൾ? ഒരു നീണ്ട യാത്ര തന്നെ വടക്കോട്ട്.
എത്ര നാളത്തേക്കെന്നില്ല. ഋഷികേശ്, ഹരിദ്വാർ, ബദ്രിനാഥ്, പറ്റുമെങ്കിൽ മാനസ സരോവറിലും. കൃത്യമായിട്ട് പറയല്ല, പോകാൻ ഒരുപാട് സ്ഥലമുണ്ട്. എത്ര നാൾ പിടിക്കുമെന്നും അറിയില്ല. ഒരു പക്ഷെ കുറെ കഴിയുമ്പോ അവിടെ മടുക്കുമായിരിക്കും. അപ്പോ തിരിച്ച് കാനഡയിലേക്ക്. നിഷ, ഞാൻ ഇറങ്ങട്ടെ. നാളെ കാണാം. നാളെ രതി, ചായ തണുക്കുന്നു. ആ, കുളിച്ച് ഫ്രഷായി വരൂ, ഭക്ഷണം കഴിക്കാം. ഉം.
അയ്യോ, എന്തു പറ്റി? ഏയ്, നെഞ്ചിലൊരു വേദന, വല്ല ഗ്യാസോ മറ്റോ ആയിരിക്കും. അയ്യോ, വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ. മോനെ അരുൺ, അപ്പുറത്ത് ചെറിയ ഡോക്ടറിനെ വിളിച്ചോണ്ട് വാ വേഗം. ഡോക്ടർ ഇപ്പൊ വരും. വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്തു പറ്റിയമ്മ? അച്ഛൻ എന്തോ ഒരു വല്ലായ്മ. വേഗം ഡോക്ടർ ചെറിയനെ വിളിക്ക. പോ. ശരിയമ്മ. പ്രഷർ നോർമലാണ്, പ്രത്യേകിച്ചൊന്നും കാണാനില്ല. എന്തായാലും ചെസ്റ്റ് പെയിൻ വന്ന സ്ഥിതിക്ക് കുറച്ച് ടെസ്റ്റുകൾ ഉടനെ നടത്തണം. അതിൻ്റെ റിസൾട്ടുകൾ കണ്ടതിന് ശേഷമേ എന്തെങ്കിലും പറയാൻ സാധിക്കുള്ളൂ. ഉടനെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഡോക്ടർ, എനിക്കിപ്പോൾ നല്ല സുഖം തോന്നുന്നുണ്ട്. ഹോസ്പിറ്റലിൽ പോകുന്നത് നാളെ നേരം എടുത്തിട്ട് പോരെ? ഇപ്പോൾ ഈ രാത്രിയിൽ എന്താ മിസ്റ്റർ രതീഷ്, നിങ്ങളൊക്കെ വിദ്യാഭ്യാസമുള്ളവരല്ലേ? ഓക്കെ, അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നാളെ രാവിലെ മതി. ബട്ട് യു ഷുഡ് ഡു ഇറ്റ് ഇൻ ദ മോർണിംഗ് ഇറ്റ് സെൽഫ്. താങ്ക് യു. താങ്ക് യു ഡോക്ടർ. വെൽക്കം. ഇനി എന്തെങ്കിലും വിശേഷം ഉണ്ടായാൽ വിളിക്കാൻ മടിക്കണ്ട. താങ്ക് യു ഡോക്ടർ. വെൽക്കം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് പപ്പ. ഗുഡ് നൈറ്റ്. എങ്ങനെയുണ്ട് ഇപ്പോ? എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഗ്യാസ് ട്രബിളാ. രതീഷ്, ഞാനൊരു കാര്യം പറഞ്ഞ അനുസരിക്കുമോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? രതീഷ് എന്നും ആരോഗ്യവാനായി ഇരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്കറിയാം രതീഷിന് നിഷയെ വളരെ ഇഷ്ടമാണെന്ന്. ഞാൻ രതീഷിന് സ്വാതന്ത്ര്യം തരുന്നു. എന്ത് സ്വാതന്ത്ര്യം? എന്നിൽ നിന്നുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം, നിഷയുമായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം. തനിക്കിത് എന്തു പറ്റി? താൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? രതീഷിനറിയാലോ, എനിക്ക് എന്റെ സുഖം വെറും സെക്കൻഡറിയാണ്. അതിലും പ്രധാനം രതീഷിന്റെ ആരോഗ്യവും സുഖവുമാണ്. എവിടെയാണെങ്കിലും നന്നായിരിക്കണമെന്ന് പ്രാർത്ഥനയുള്ളൂ. കഴിഞ്ഞ 15 വർഷത്തെ ജീവിതത്തിലെ
ഓർമ്മകൾ മാത്രം മതി എനിക്ക് ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിന്. You are free from now. ഉഷേ, അച്ഛനും അമ്മയും ഇല്ലാത്ത, തൻ്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് വിവാഹബന്ധം പോലും തകർന്ന ഒരു പാവം പെൺകുട്ടി. അവളെ കൂടുതൽ അറിഞ്ഞപ്പോൾ അറിയാതെ സ്നേഹിച്ചു പോയി എന്നത് സത്യം. ആ സ്നേഹം ഏത് തരത്തിലുള്ളതായിക്കോട്ടെ, പക്ഷേ അത് 15 വർഷങ്ങൾക്ക് മുമ്പ് വീട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ ഉപേക്ഷിച്ചിറങ്ങി വന്ന ഭാര്യയെയും സ്വന്തം കുട്ടികളെയും ഉപേക്ഷിക്കുന്ന ഒരു തലത്തിലേക്ക് വളരുവാൻ പറ്റുന്ന ഒന്നല്ല എന്ന് താൻ മനസ്സിലാക്കണം. ഒക്കെ അറിഞ്ഞിട്ടും എല്ലാം ഉള്ളിലൊതുക്കി ഒരിക്കൽ പോലും അതിനെക്കുറിച്ച് എന്നോട് ദേഷ്യപ്പെടാത്ത, എൻ്റെ ആരോഗ്യത്തിനും ആയുസ്സിനും വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന തന്നെ എനിക്ക് ഭാര്യയായി കിട്ടിയത് എൻ്റെ മുജ്ജന്മ സുഹൃത്തല്ലാതെ മറ്റെന്താ? കരയാതെ വരൂ, സമയരോടായി കിടക്കാം. അനിത, അരുൺ. അമ്മ വിളിച്ചോ? എന്താ അമ്മേ? എൻ്റെ മക്കളും അടുത്തു വാ. ചേട്ടാ ഒന്ന് എണ്ണേറ്റെ, എനിക്കിവിടെ സ്ഥലമില്ല. നീ പൊടി കാന്താരി, സ്ഥലമില്ലെങ്കിൽ ഇതാ അമ്മയുടെ മടി കയറിയിരുന്നു. എനിക്ക് ഇവിടെ തന്നെ ഇരിക്കണം. ഇയാള് വലിയ ആളായില്ലേ? ബേ പപ്പ ഇത് കണ്ടേ ചേട്ടൻ. വേണ്ട വേണ്ട, ബഹളം ഉണ്ടാക്കണ്ട, ഞാൻ എഴുന്നേറ്റ് തരാം. വേണ്ട രതീഷ്, ഞാൻ അറ്റൻഡ് ചെയ്യാം. പൊടി പൊടി. ചുമ്മാരിടാ. ഹലോ. ആ, ചിത്രയാണേ. എന്താ ചിത്ര? ഓർമ്മയുണ്ടോന്നറിയാൻ വിളിച്ചതാ. ഓ, കളയുന്നു. പ്രതി ഹാജരുണ്ടോ അരികില്? ഉണ്ട്. എങ്ങനെ ഇരിക്കുന്നു? കാഴ്ചയിൽ കുഴപ്പമൊന്നുമില്ല. കുട്ടികൾ ഇവിടെ ഉണ്ട്. ആ, ഗുഡ്. പിന്നെ മറ്റൊരു വാർത്തയുണ്ട്. നിഷ അപ്രത്യക്ഷയായിരിക്കുന്നു. അപ്രത്യക്ഷയായിരുന്നോ? അതെ, കാണാനില്ല. ഓഫീസിൽ ചെന്നിട്ടില്ല, ഗസ്റ്റ് ഹൗസിലും ഇല്ല, കണ്ടവരാരുമില്ല. നേരോ? അതോ മറ്റൊരു തമാശയോ? അല്ലെന്നേ, സത്യമായും. രതീഷിനെ ഇക്കാര്യം തൽക്കാലം അറിയിക്കേണ്ട. നിനക്കെന്ത് തോന്നുന്നു? അവൾ പറയാൻ വയ്യ. ഞാൻ ഈ കക്ഷിയെ കണ്ടിട്ടില്ലല്ലോ. കടന്ന കൈവല്ലതും. എനിത്തിങ് ഈസ് പോസിബിൾ. നോ, ഒന്നും സംഭവിക്കില്ല, എനിക്ക് തീർച്ചയുണ്ട്. എന്താ? ഒന്നുമില്ല. ഞാൻ പിന്നെ വിളിക്കാം. നോക്കി മോനെ മെല്ലെ കളിക്കേ. എനിക്കിപ്പോ കാണിച്ചുതരാം. അങ്ങനെ. നീ ഇത് പിടിക്ക്.
ദാ. ബായിട്ടാ കളിക്കാം. ആ ഓ വേണ്ട, നിന്റെ കൂടെ കളിച്ചെനിക്ക് ബോറടിച്ചു. ഷോ, പാപ്പ നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? ഇപ്പൊ പോയ ഫസ്റ്റ് ഷോ കാണാം. ആ സിനിമ സിനിമ. നിങ്ങൾ മൂന്നാളോട് പോയിട്ട് വാ. എന്താ താൻ സിനിമ കാണുന്നില്ലേ? ഇല്ല ഇല്ല, അമ്മ കൂടെ വരണം. ആ ഇല്ല മക്കളെ, എനിക്ക് അത്താഴമൊക്കെ ഉണ്ടാക്കണം. നമുക്കെന്തെങ്കിലും വാങ്ങിയാ പോരെ? അത് മാത്രമല്ല രതി, 1-2 അർജന്റ് കേസുകൾ നോക്കാനുണ്ട്. സിനിമ കഴിഞ്ഞു വന്ന് നോക്കിയാ പോരെ? വേണ്ട, ചിലപ്പോ ഡോക്ടർ ചിത്ര വരാനും സാധ്യതയുണ്ട്. ഓക്കെ. താങ്ക് യു പാപ്പ, താങ്ക് യു. പ്രിയപ്പെട്ട സഹോദരി, നന്ദി പറയാനാ ഞാൻ ഈ വാക്കുകൾ കുറിക്കുന്നത്. ഈ കത്ത് മറ്റാരും കാണേണ്ടതില്ല എന്നല്ല, കാണരുത്. ആദ്യമായി രതീഷിനെ പോലൊരു ഭർത്താവിനെ കിട്ടിയ നിങ്ങൾ അതീവ ഭാഗ്യവതിയാണ്. എത്രയോ ജന്മങ്ങളിലെ പുണ്യം കൊണ്ടാവണം നിങ്ങൾക്ക്, അല്ല ചേച്ചിക്ക്, രതീഷിനെ കിട്ടിയത്. എന്റെ ജീവിത സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്കിടയിൽ ഒരു സാന്ത്വനമായി രതീഷ് എത്തിയപ്പോ എന്റെ മനസ്സൊന്ന് ഇളകിപ്പോയി എന്നുള്ളത് നേരാ. പക്ഷേ എന്റെ മനസ്സിലെ മുറിവുണങ്ങാൻ കുറച്ച് കാലം എടുക്കുമെന്ന് എനിക്കറിയാം. എങ്കിലും എൻ്റെ ഇവിടുത്തെ ജീവിതം എനിക്ക് വലിയൊരു ഉൾക്കാഴ്ചയാണ് നൽകിയത്. അറിയാതെ കണ്ണിൽ കുത്തിയവരോടും കാലിൽ ചവിട്ടിയവരോടും പൊറുക്കുന്നത് പോലെ എന്നോട് പൊറുക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ബന്ധം അറിഞ്ഞിട്ടും ചേച്ചി പ്രകടിപ്പിച്ച സഹനശക്തി എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഇങ്ങനെ ഒരു ചേച്ചിയെ കൂടെ പിറപ്പായി നൽകാഞ്ഞതിന് ഞാൻ ദൈവത്തോട് പിണങ്ങിയിരിക്കുന്നു. ഈ കത്ത് ചേച്ചിയുടെ കയ്യിൽ കിട്ടുമ്പോഴേക്കും ഞാൻ വടക്കെങ്ങോ ഉള്ള ഒരു പുണ്യക്ഷേത്രത്തിലായിരിക്കും. അവിടുന്ന് വീണ്ടും കാനഡയിലേക്ക് ഒരു പുതിയ ആളായി. ചേച്ചിക്കും മക്കൾക്കും നന്മ വരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ വിട പറയുന്നു. ചേച്ചിയുടെ സ്വന്തം നിഷ. അമ്മ അമ്മ ഹൗസ്ഫുൾ. അയ്യടാ, അതിനെന്തിനാ അമ്മ കരയുന്നേ? ഇല്ലല്ലോ, അമ്മ കരഞ്ഞില്ലല്ലോ. എടി അനി, രാമനെന്ന് സീതയെ കാട്ടിലുപേക്ഷ ചെയ്താലും നന്നായി.
അതുകൊണ്ടല്ലേ ഇന്നത്തെ ഭർത്താക്കന്മാർ മര്യാദരാമന്മാരായത്.